ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 കടന്നു പോകുന്നു. പ്ലേയേഴ്സ് ലൈനപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. This is Spark Everton. This is not a Spark Everton. Is Everton Prathur and Spark 11 Athanipadi. കഴിഞ്ഞ മാസ്റ്റർ കപ്പ് സീസൺ 5 ഇരു ടീമും ഒന്നിച്ചുകൊണ്ട് ഒരു ഫൈനൽ കളിച്ചു. ഒരു ടീമായി നിന്നുകൊണ്ട് മാസ്റ്റർ കപ്പിന്റെ പോരാട്ടത്തിൽ ഫൈനൽ വരെ എത്തി റണ്ണേഴ്സായ ടീമാണ് സ്പാർക്ക് എവർട്ടൺ പുറത്തൂർ. ഈ തവണ ഇരു ടീമും മറ്റൊരു ടീമായ എതിർ ദിശയിലൂടെ വന്ന് ഫൈനലിൽ കണ്ടുമുട്ടിയിരിക്കുന്നു. എവർട്ടൺ പുറത്തൂർ വേഴ്സസ് സ്പാർക്ക് 11 അത്താണിപ്പടി. രണ്ട് സൗഹൃദ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമാണ്. സ്പാർക്ക് 11 അത്താണിപ്പടി പ്ലേയേഴ്സിനെ പരിചയപ്പെടുന്നു. ടീമുകൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം രണ്ട് ഹൃദയ കൈമാറ്റങ്ങൾ തമ്മിലുള്ള മത്സരം കൂടിയാണിത്. സൗഹാർദ്ദങ്ങൾ കൂട്ടിയുറപ്പിക്കുന്ന മത്സരം. രണ്ട് ചേരിയിലാണ് നിൽക്കുന്നതെങ്കിലും ഇരു ടീമും ശുചിത്വമാണ്. ഒന്നിച്ച് പോരാടാറുള്ള ടീമാണ്. കഴിഞ്ഞ മാസ്റ്റർ കപ്പിൽ സ്പാർക്ക് എന്ന പേരിൽ നമ്മൾക്കുള്ള ടീമാണ് ഈ തവണ. രണ്ട് ടീമായി കളിക്കുന്ന രണ്ട് ടീമും ഫൈനലിൽ എത്തണം. എവർട്ടൺ പുറത്തൂർ ആൻഡ് സ്പാർക്ക് 11 താണിപ്പടി. ഈ മൂന്ന് പേരോടുള്ള ക്രിയാച്ചതയിൽ നിന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എടപ്പാൾ ഈസ്റ്റ് ഹാം സ്പോർട്സ് ഹബ് മംഗലം Pablo Tosh coming soon in Alatio, Maitri Friends Mangalam, Netwell Brothers, She Academy, Ultimate Center for Women Empowerment, Oscar Dudalo, and Jamshedpur Spark Roslan, Fayad, Meadows, Chalkaya, Sachi Aikiyana. ആദ്യ പന്തിൽ ആചാര്യ വെട്ടിക്കുന്നു. ആദ്യ പന്തിൽ തന്നെ സിക്സർ കണ്ടെത്തുന്നു റസൽ വിക്കി. ആദ്യ പന്തിൽ നിങ്ങൾ സിക്സർ അടിച്ചുവെങ്കിൽ രണ്ടാം പന്തിൽ ഡക്കൌട്ടിലേക്ക് മടക്കിയിരിക്കുന്നു. ഇസർ റിവെഞ്ച് ഫ്രം സജി അയ്യനാഥ്. കഴിഞ്ഞ മത്സരത്തിൽ സജി ആവർത്തിച്ച അതേ പ്രകടനം ഈ മത്സരത്തിലും അദ്ദേഹത്തിന് തുടരാൻ. ആദ്യ പന്തിൽ ഉയർത്തിയടിക്കാനുള്ള ശ്രമം. ഇത് ബ്ലോക്ക് ഹാൾ is only single run. ഒരു റൺസ് കൂടി സ്കോർ കാർഡിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. This time sensible innings ആദ്യമായി അദ്ദേഹത്തിൽ നിന്നും ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു. കടന്നാക്രമിക്കാൻ മുതിരുന്നില്ല. സജിയുടെ തിരുപ്പൻ പന്തുകളെ കടന്നാക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് അൽതാഫിന് നന്നായി അറിയാം. This again sensible innings. കടന്നാക്രമിക്കാൻ ശ്രമിക്കാതെ അൽതാഫുർ വശത്ത് നിലയുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മോശം ബോളുകളെ തിരഞ്ഞു പിടിച്ചാൽ തല്ലാൻ വേണ്ടി കരുതിയിരിക്കുന്നു. സിംഗിൾ റൺ. ഓവർ സമാപിക്കുന്നു. 12 റൺസിലെത്തി നിൽക്കുന്നു. സ്കോർ കാർഡ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ടീം എവർട്ടൺ പുറത്തൂർ.
3 മിനിറ്റാണ് നിങ്ങൾ ഒരു ഓവർ അറിയാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ഓവർ അറിയാൻ എത്തുന്നു കേരള ടെന്നീസ് ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പ്രതിഭാശാലിയായ കളിക്കാരൻ ജാഫർ മാഷ്, നമ്പർ 51. തിരുപ്പൻ പന്തുകളെ കൊണ്ടും പേസർ ഡെലിവറിയെ കൊണ്ടും സ്ലോ ബോളുകളെ കൊണ്ടും ബെറ്ററെ നിരന്തരം കബളിപ്പിക്കുന്ന കളിക്കാരൻ ജാഫർ വിസസ് അൽതാഫ് അൽതു. First ball is a pacey one and it's a white ball. Extra സിഗറാക്കുന്നു. ആദ്യ പന്തിൽ സ്കോർ കാർഡിലേക്ക് റൺസ് കൂട്ടിച്ചേർക്കുന്നു. ആദ്യ പന്തിൽ വരവേൽക്കുന്ന ഒരു സിക്സറിലൂടെ അൽതാഫ്. ഈ സിക്സർ നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നു ഉമാജവീട് ആലികൾ. ഉമാജവീട് ആലികൾ സ്പോൺസർ ചെയ്ത സിക്സറാണ് നിങ്ങളുടെ കൺമുന്നിലൂടെ പറന്ന ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോയത്. From the batting department, Altaf Altu. This time again, വലിയ ഹിറ്റിനുള്ള ശ്രമം കേവലം സിംഗിളിൽ മാത്രം കലാശിക്കുന്നു. പുറത്തു നിന്ന് ആരും ഗ്രൗണ്ടിലേക്ക് വന്ന് വലിച്ചെറിയരുത്. This time again from the batter Yadu. യദുവിന്റെ ബാറ്റിൽ നിന്നും വീണ്ടും ഒരു വെടിപൊട്ടുന്നു. സ്കോർ കാർഡിലേക്ക് 6 റൺസ് കൂടി. ലമോൺ റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്ത സിക്സർ യദുവിന്റെ ബാറ്റിൽ നിന്നും പിറന്നിരിക്കുന്നു. സ്കോർ കാർഡ് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. This time again, a single is out. സിക്സർ അടിച്ച കളിക്കാരനെ ഡക്കൌട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു ജാഫർ ജമാൽ. ജാഫർ KPL അടക്കം കേരള ടെന്നീസ് ക്രിക്കറ്റിലെ നിരവധി അനവധി വലിയ വലിയ വമ്പൻ ടൂർണമെന്റുകളിൽ കളിച്ച് പരിചയ സമ്പന്നനുള്ള കളിക്കാരനാണ്. BSc ഫോറൻസിക് MPL കിരീടം ചൂടിയ സമയത്ത് റമീസിന്റെ ഒപ്പം തോളോട് ചേർന്ന് കുന്തമനയായ ബോളറായിരുന്നു ജാഫർ. ഇതവണ വിനീഷിന് പിടുത്തം കൊടുക്കുന്നില്ല. ആ പന്ത് വയോധ്യമാരെ പോയിരിക്കുന്നു. This time again ഒരു വിക്കറ്റ് കൂടി വീണ്ടെടുക്കാനുള്ള അവസരത്തെ സജി അയ്യനത് വിട്ടുകളഞ്ഞിരിക്കുന്നു. The first ball is a single run. 7 മിനിറ്റുകൾ നിങ്ങൾ ഇതിനകം എടുത്തു കഴിഞ്ഞു. സ്പാർക്ക് 11 അതാണിപ്പടി. വിജീഷിന്റെ ബാറ്റും ശബ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിജീഷ് വെടിയൊച്ച കണക്കെ ഒരു സിക്സർ പറത്തുന്നു ഗാലറിയിലോട്ട്. 6 റൺസ് കൂടി സ്കോർ കാർഡിലെത്തുന്നു. റഫീഖ് ഹാജിയെ വരവേൽപ്പിക്കുന്നു ഒരു സിക്സറിലൂടെ വിജീഷ്. സച്ചി അയ്യനാഥ്. അങ്ങനെയൊന്നും അദ്ദേഹത്തിന്റെ കൈകൾ ചോരാറില്ല. വിജീഷിനെയും മടങ്ങുന്നു റഫീഖ് ഹാജി. സ്പാർക്ക് 11 താണിപ്പടിയുടെ കുന്തമന. മുനാസില്ലാതെ നിസാറില്ലാതെ സ്പാർക്ക് 11 താണിപ്പടി. ഇന്ന് ഈസയില്ലാതെ ആദ്യ പന്തിൽ ഉയർത്തിയടിക്കാനുള്ള ശ്രമം. മിസ് ഫീൽഡിംഗ്. ഒരു
ഒരു ലൈഫ് കൂടി ലഭിക്കുന്നു. എവർട്ടൺ പുറത്തൂരിന്റെ ശിവൻ എന്ന ബാറ്റർക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത്തവണ വടകൂട്ടൻ സിക്സറിനോട് അൽത്താഫ് വരവേൽക്കുന്ന റഫീഖാജിയെ. ഇത്തരത്തിലുള്ള മാരക പെർഫോമൻസുകളാണ് എവർട്ടൺ പുറത്തോർ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അൽത്താഫ് ഇദ്ദേഹം അടിക്കുന്ന സിക്സറുകൾക്ക് മുന്നേ ഞാൻ പറഞ്ഞു വെച്ചതാണ്. രണ്ട് അവസാന പന്തിനെയും അതിർത്തിക്കപ്പുറത്തേക്ക് നിങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പെർഫോമൻസ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണ്. നിങ്ങൾ എന്റെ കൺകുളിർമയാണ്. സസ്നേഹം പറയട്ടെ, പ്രിയ കൂട്ടുകാരന്റെ പെർഫോമൻസ്. 3 ഓവറുകൾ സമാപിക്കുമ്പോൾ 46 റൺസിലെത്തി നിൽക്കുന്ന ടീം എവർട്ടൺ പുറത്തോർ. ഉയർത്തിയടിച്ച പന്തിന് കൈകളിലാക്കാൻ സാധിക്കുന്നില്ല. ജാഫർ വാശിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. ഇഞ്ചുറിക്ക് ശേഷമുള്ള ആദ്യ പന്ത് മികച്ചൊരു പന്തായി തന്നെ തീരുന്നു. പരുക്കിൽ നിന്നാണ് അദ്ദേഹം ഇത്രമേൽ തീവ്രതയുള്ള വെടിയുണ്ടകൾ എതിർ ടീമിന്റെ പാളയത്തിലേക്ക് പായിച്ചുകൊണ്ടിരിക്കുന്നത്. This time Manaf എത്തുന്നു. അൽത്താഫിന് കൂട്ടായി അടക്കാവ്. ആചാര്യ വെടി പൊട്ടിച്ചിരിക്കുന്നു മനാഫ്. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഒരു പടകൂറ്റൻ സിക്സറുകൾ എന്ന മാമലകൾക്ക് അപ്പുറത്തേക്ക് പറഞ്ഞേക്കുന്നു മനാഫ്. ജേഴ്സി നമ്പർ 07 6 റൺസ് സ്കോർ കാർഡിൽ. This time again into the block hall. Very good delivery. പേശികൾ ആഞ്ഞു. This time പുറത്താക്കിയിരിക്കുന്നു തന്നെ സിക്സർ അടിച്ച കളിക്കാരനെ. ഓവർ മനോഹരമായ ഓവർ. 4 ഓവർ സമാപിക്കുന്നു. 54 റൺസിൽ സ്കോർ കാർഡ്. 5 വിക്കറ്റ് നഷ്ടത്തിൽ അവസാന ഓവറിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇഞ്ചറിക്കിടയിലും സുന്ദരമായി പന്തെറിയാൻ ജലാലും കാണിച്ച ആ ധീരത കയ്യടിച്ച് മതിയാവൂ. സ്പാർക്ക് 11 താണിപ്പടി. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് 4ാം ഓവറുമായി തയ്യാറടിക്കണം. അവസാന ഓവറുമായി അദ്നാൻ മഗു. എസ്റ്റാഡിയോ അരീനയിൽ ചുള്ളയിൽ വളർത്തിയിടുന്ന അബ്ദുവിന്റെ നേതൃത്വത്തിൽ വളർത്തിയെടുത്ത കളിക്കാരൻ അദ്നാൻ മഗു. ആദ്യ പന്തിൽ അൽത്താഫിനെ അങ്ങ് വടകൂറ്റൻ സിക്സറിലൂടെ വരവേൽക്കുന്നു. സ്കോർ കാർഡിലേക്ക് വീണ്ടും 6 റൺസ് കൂടി എവർട്ടൺ പുറത്തൂരിന്റെ സ്കോർ കാർഡിന് ചലനശേഷിയുള്ളതാക്കുന്നത് അൽത്താഫിന്റെ ബാറ്റിംഗ് പ്രകടനമാണ്. അദ്ദേഹം നിറഞ്ഞാടിയാൽ സ്പാർക്ക് 11 താണിപ്പടി. അടുത്ത 5 ബോളുകളിൽ വലിയ സ്കോറിൽ മാത്രമേ നിങ്ങൾ എത്തൂ.
Again sixer from the batter. The Altaf on the spoiler. സജിയ ഇനത്തിന് വേണ്ടി പറഞ്ഞു വെച്ച വാക്കുകൾ അൽതാഫിനും ഞാൻ പറയട്ടെ. നിങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നാലും, നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഷുഹൈബ് അക്തറിനെ കൊണ്ടുവന്നാലും, നിങ്ങൾ സാക്ഷാൽ ബുംറയെ തന്നെ കൊണ്ടുവന്നാലും അൽതാഫിന്റെ വേറ്റം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. കട്ടറായാലും സ്ലോവർ ആയാലും പേസ് ബോൾ ആയാലും ഒരുപോലെ കളിക്കാൻ കഴിവുള്ള കളിക്കാരനാണ് അൽതാഫ്. Again, sixer. Sorry, other signalized that ball. ഒരു സിക്സറിൽ കലാശിക്കേണ്ട പന്തായിരുന്നു. നിർഭാഗ്യവശാൽ this time is a signal wide. ഓസ്കാർ തിരുത്തല്ലൂരിന്റെ മാസ്റ്റർ കപ്പ് സീസൺ 5 വിജയത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കളിക്കാരൻ ഐക്കൺ പ്ലെയർ ഓഫ് ഓസ്കാർ തിരുത്തല്ലൂർ അൽതാഫ് അൽസു ഈ തവണ എവർട്ടൺ പുറത്തൂരിന് വേണ്ടി Again sixer from the batter. നിങ്ങളുടെ ചരിത്രത്തിന്റെ ഉല്ലേഖനങ്ങളിൽ രേഖപ്പെടുത്തേണ്ട നാമമായി അൽതാഫിന്റെ പേര് മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഓഫർ ഞങ്ങൾ നൽകുന്നു. ടീം നെറാച്ചി സ്പോൺസർ ചെയ്യുന്ന കേശവാലൻ മൊമന്റോ R6 അടിക്കുന്ന കളിക്കാരിലുള്ള ഓഫർ നിലനിൽക്കുന്നു. കൊണ്ട് മഴവയ്യിപ്പിക്കുന്നു അൽതാഫ്. മഴവില്ലുകളൊക്കെ ഉഗ്രവിഷമുള്ള ദുർഭോഗ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബാറ്റ്സ്മാൻ കള്ളം നിറഞ്ഞാടുന്നു അൽതാഫ്. يا صديقي أنت مني أرجوك مصرك مرة أخرى أنت بلدة القبر أنت قرة العين. സന്തോഷം പറയട്ടെ പ്രിയ കൂട്ടുകാരന്റെ പെർഫോമൻസിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തട്ടെ. FC മറവന്തയുടെ അജയ്യനായ കളിക്കാരൻ മിസ്റ്റർ അൽതാഫ് ഇതവണ എവർട്ടൺ പുറത്തൂരിന് വേണ്ടി ബാറ്റ് കൊണ്ട് സംഹാര താണ്ഡവമാകുന്നു. പുന്നവന സ്റ്റേഡിയത്തെ കത്തിക്കുന്ന കാഴ്ച. സതീഷ് വലിയ നേരിട്ടാദ്യ പന്തിൽ സിക്സറിന് പകരം ഒരു ബൗണ്ടറി കണ്ടെത്തുന്നു. നെറാച്ചി ടീം ഒന്ന് ശ്വാസം വിട്ടിരിക്കുന്നു. തല്ലാശ്വാസമായിരിക്കുന്നു അവർക്ക്. ഇത്തവണ ഉയർത്തിയടിക്കുന്നു. ഫീൽഡറുടെ കൈകളിൽ അത് ഭദ്രമാണ്. ഒരു ലക്ഷന്റ് പ്ലെയറെ കൊണ്ടുവരുന്നു അൽതാഫിന്റെ വിക്കറ്റ് എടുക്കാൻ. നിറഞ്ഞ കൈയടി കൊടുക്കാം അൽതാഫിന്. അത്രമേൽ സുന്ദരമായ രീതിയിൽ ബാറ്റ് കൊണ്ട് എവർട്ടൺ പുറത്തൂരിന് മാന്യമായ ടോട്ടലിലെത്തിക്കാൻ അദ്ദേഹം കാണിച്ച ബാറ്റിംഗ് പെർഫോമൻസ്. 14 പന്തിൽ 53 റൺസ് അടിച്ച ശതകം പൂർത്തീകരിച്ചാണ് അദ്ദേഹം ഡക്കൌട്ടിലേക്ക് മടങ്ങുന്നത്. വെരി ഗുഡ് ബാറ്റിംഗ് മിസ്റ്റർ അൽതാഫ്. ഓവറിൽ നിന്നും 85 റൺസിന്റെ വിജയലക്ഷ്യം. ടീം സ്പാർക്ക് 11 താണിപ്പടി. കേരള ടെന്നീസ് ക്രിക്കറ്റിനെ തന്നെ ഭരിക്കുന്ന സജി അയ്യനെ തടങ്ങുന്ന ജാഫർ മാഷ് അടങ്ങുന്ന KT ഷാഫി അടങ്ങുന്ന റഫീഖ് ഹാജി അടങ്ങുന്ന സ്പാർക്ക് 11 താണിപ്പടിക്ക് മുന്നിൽ എവർട്ടൺ പുറത്തോർ വെച്ചിരിക്കുന്നു 85 റൺസിന്റെ വിജയലക്ഷ്യം. ഇത്രയും പെട്ടെന്ന് ടീം എവർട്ടൺ പുറത്തോർ ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഗ്രൗണ്ടിലേക്ക് ഇറക്കേണ്ടതാണ്. അലിമൽ റണ്ണേഴ്സ് ട്രോഫി ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നു. നച്ചുബൽ ബ്രദേഴ്സ് ഫൈനൽ മാൻ ഓഫ് ദി മാച്ച് സ്പോൺസർ ചെയ്തിരിക്കുന്നു. മൈത്രി ഫ്രണ്ട്സ് മംഗലം ചെയ്തിരിക്കുന്നു. ഷീ അക്കാദമി ബെസ്റ്റ് ബൗളർക്കുള്ള അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഹയാത്ത് ഹോസ്പിറ്റൽ ബെസ്റ്റ് ബാറ്റ്സ്മാനുള്ള
അയാത്ത് ഹോസ്പിറ്റൽ ആൻഡ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർക്കുള്ള അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. IMF പ്രൊഡക്ഷൻസ് പ്ലെയർ ഓഫ് ദ ആദ്യ പന്ത് എറിഞ്ഞത് മുതൽ സമയം ഓടി തുടങ്ങും. സജീവീസ് റാഫി ആദ്യ പന്തിൽ ഉയർത്തിയടിക്കുന്നു. പിടിച്ചു പറിച്ചിരിക്കുന്നു സ്പോർട്സിലവന്റെ നാക്കിലെ ആദ്യ വിക്കറ്റിന്. റാഫി എന്ന മാന്ത്രിക ബോളറിലൂടെ വീണ്ടും പറയുന്നു, അദ്ദേഹത്തെ സൂപ്പർ ഡൂപ്പർ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഇതുപോലുള്ള മാന്ത്രിക സ്പെല്ലുകൾ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും എന്നതിൽ മാത്രമാണ് അദ്ദേഹത്തെ സൂപ്പർ ഡൂപ്പർ എന്ന് വിളിക്കുന്നത്. ആദ്യ പന്തിൽ തന്നെ സജി എന്ന അപകടകാരിയായ ബാറ്ററെ പുറത്താക്കിയിരിക്കുന്നു. റാഫി ഫോർ എവർട്ടൺ പുറത്ത്. ഫീൽഡിംഗ് ഡിപ്പാർട്ട്മെന്റിങ്ങളുടെ സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. Design is Shafi KT is here for Spark 11 Attorney Padi 710 Rafi. ഈ തവണ ഉയർത്തിയടിക്കുന്നു. ആദ്യ വെടി പൊട്ടിക്കുന്നു. ഇസക് ഷാഫി KT ഷാഫി ഫോർ സ്പാർക്ക് 11 അത്താണി പടി. സ്പാർക്ക് 11 വേണ്ടി കളിക്കുമ്പോൾ this time again is a Shafi on the fire. തുടർച്ചയായി 3 സിക്സറുകൾ, എണ്ണം പറഞ്ഞ 3 സിക്സറുകൾ 18 റൺസിനെ സ്കോർ കാർഡിലെത്തിക്കുന്നു ഷാഫി KT. ഈ ഓവറിൽ അവസാന പന്തുമായി റാഫി സജി എന്ന അപകടകാരിയായ ബാറ്ററിനെ പുറത്താക്കിയെങ്കിൽ പിന്നീട് നേരിട്ട പന്തുകളിൽ റാഫിക്ക് പ്രഹരമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു സ്പാർക്ക് 11 അത്താണിപ്പടി. Again sixer from the batting department. Shafi on the duty. Shafi അദ്ദേഹം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ സ്പാർക്ക് ഫലിച്ചു. ഉയർത്തിയടിക്കാനുള്ള ശ്രമം യദുവിന്റെ കൈകളിൽ, അത് ഭദ്രമാണ്. ഫീൽഡിംഗ് ഒരു തീയുണ്ട കണക്ക് ഒരു ഡെലിവറി കൂടി അൽത്താഫിന്റെ കയ്യിൽ നിന്നും പറന്നു പോകുന്നു. അടിച്ച പരിക്കിനെ പോലും വകവെക്കാതെ ടീമിന് വേണ്ടി ബാറ്റ് കൊണ്ട് അഞ്ഞടിക്കുന്നു ജലാൽ. on the fire. ബാറ്റ് കൊണ്ട് മിന്നും പ്രകടനം കാഴ്ചവെച്ച എവർട്ടൺ പുറത്തൂരിന്റെ അൽത്താഫ് തവണ ബോളുമായി എത്തുമ്പോൾ ആദ്യ പ്രഹരമേൽക്കുന്നു. ഉയർത്തിയടിച്ച പന്തിനെ കൈകളിലാക്കാൻ സാധിക്കുന്നില്ല. സിംഗിളിൽ കലാശിക്കുന്നു സ്കോർ കാർഡ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തൊടാത്ത കൈകൾക്ക് ചോർച്ച സംഭവിക്കുന്നു. സ്കോർ കാർഡിലേക്ക് ഒരു റൺസ്, ഒരു വിക്കറ്റ് കൂട്ടിച്ചേർക്കേണ്ട സമയത്ത് ഒരു 4 റൺസ് കൂട്ടിച്ചേർക്കുന്നു. ഈ ഓവറിൽ അവസാന പന്തുമായി എത്തുന്നു അൽത്താഫ്. ഒരു പന്ത് കൂടി അവശേഷിക്കുന്നു. ഈ ഓവറിൽ അവസാന പന്തുമായി എത്തുന്നു അൽത്താഫ്.
അവസാന പന്ത് ഉയർത്തിയടിച്ച് ബൗണ്ടറിക്കപ്പുറത്തേക്ക് പറഞ്ഞേക്കാനുള്ള ഷാഫി കെട്ടിയുടെ ശ്രമത്തിന് ജിത്തു തടയിടുന്നു. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഷാഫി കെട്ടി ഉയർത്തിയടിക്കുന്നു. Just miss fielding though, and he's Richard on boundary. 4 റൺസ് കൂടി സ്കോർ കാർഡിലേക്ക് എത്തുന്നു. റസൽ വിക്കി, the dangerous all-rounder forever in Malappuram tennis cricket. Again, ഉയർത്തിയടിക്കാനുള്ള ശ്രമം. ഫീൽഡർ പരിക്കിൽ നിന്നും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിരിക്കുന്നു ജലാൽ. 15 പന്തിൽ 35 കാര്യങ്ങൾ വഴിമാറുന്നു. സൂര്യൻ ആരെയും കാത്തിരിക്കില്ല. നല്ല വെളിച്ചത്തിൽ തന്നെ നമുക്ക് ഫോട്ടോ സെക്ഷൻ കൂടി അവസാനിപ്പിക്കാനുള്ളതാണ്. He's a real superhero for Spark 11 താണിപ്പടി. പരിക്കിനെ വാദമാക്കാതെ വകവയ്ക്കാതെ അദ്ദേഹം തകർപ്പൻ പെർഫോമൻസ് ആണ് കളിയിലുടനീളം കാഴ്ചവെക്കുന്നത്. പതിനാല് പന്തിൽ നിന്നും 29 റൺസിന്റെ കഥ പറയുന്ന മത്സരമായി മത്സരം മാറിയിരിക്കുന്നു. 14 പന്തിൽ 29. This time he's trying very big shot, but he can't change anything more than one single. ചോറിൽ അവസാന പന്തുമായി റസൽ വിക്കി. ഇതിനകം 11 മിനിറ്റ് അരങ്ങളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട്. ഈ ഓവർ ടൈം 11 മിനിറ്റുകൾ സമാപിക്കുന്നു. ഒരു പന്ത് മാത്രം ബാക്കി. ഉയർത്തിയടിക്കാനുള്ള ശ്രമത്തിന് കൂച്ചുവിലങ്ങിടുന്നു റസൽ വിക്കി. കൃത്യമായ ബ്ലോക്ക് ഹോൾ. 12 പന്തിൽ നിന്നും 28 റൺസിന്റെ വിജയലക്ഷ്യം ടീം സ്പാർക്ക് 11 താണിപ്പടി. അവശേഷിക്കുന്ന 12 പന്തുകൾ മികച്ച രീതിയിൽ കളിച്ചാൽ ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 ടൈറ്റിൽ വിന്നർ ആര് എന്ന ചോദ്യത്തിലേക്ക് ഉത്തരം ആദ്യം നിങ്ങളുടെ പേര് എഴുതി വെക്കാം. അതല്ല മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 ടൈറ്റിൽ വിന്നർ എവർട്ടൺ പുറത്തു വരുമെന്ന് ഞങ്ങൾ എഴുതി വെക്കും. ഇത്തവണ 4ാം ഓവറുമായി വരുന്നു ലത്തീഫ്. Returning the first ball into the black hole. Speeding machine ആണ് ലത്തീഫ്. എസ്റ്റാഡിയോ അരീനയിൽ അത് വളർത്തിയ മറ്റൊരു പുത്രൻ ലത്തീഫ്. പേരിനെ അനർത്ഥമാക്കിയിരിക്കുന്ന ലത്തീഫ്. ICCS പ്ലസ് എന്ന വിളി പേര് അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത് ഇത്രമേൽ സുന്ദരമായ തീതുപ്പുന്ന ബൗണ്ടറികൾ സൂപ്പർ സോണിക് വിമാനത്തിന്റെ വേഗതയിൽ എറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പിന്തുണച്ചിരിക്കുന്നു ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ.
ലത്തീഫ് റെഡിയാണ്. മാരകായുധങ്ങൾ നിറച്ച വിസ്ഫോടക വസ്തുക്കളുമായി ലത്തീഫ് കുച്ചു വിലങ്ങിടാൻ റെഡിയായിട്ടുണ്ടോ? സ്പാർക്ക് 11 താണിപ്പടിയെ Yes, this time again. Yes, one of the speedy delivery. കിട്ടുന്നില്ല, കടന്നാക്രമിക്കാൻ സാധിക്കുന്നില്ല ലത്തീഫിനെ. സുൽത്താന്റെ പേരുള്ള സുൽത്താന്റെ ശിക്ഷനാണ് ലത്തീഫ്. ഇതവണ ഉയർത്തിയടിക്കുന്നു. റഫീഖാജിയെ മടക്കിയിരിക്കുന്നു. ലത്തീഫ് the number 633 the ICC Express. കഴിഞ്ഞ മലപ്പുറം പ്രീമിയർ ലീഗിൽ ICC പുൽത്തട്ട് ഭാരതിന് പ്രവേശാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് അബ്ദുവിനോട് കൂടെ തോളോട് തോൾ ചേർന്ന കളിക്കാരനാണ് ലത്തീഫ്. 27 റൺസിന്റെ കളി, 8 പന്തിൽ 27 കാര്യങ്ങൾ മാറിയിരിക്കുന്നു. മലപ്പുറം പ്രീമിയർ ലീഗിൽ ആദ്യ സീസണിൽ തന്നെ കളിക്കാൻ അവസരം ലത്തീഫിന് എന്തുകൊണ്ട് ലഭിച്ചു? അത് അദ്ദേഹം കാണിച്ചു തരുന്നു. Good bowling. Yes, this time is a wide delivery. കണ്ണു തുറക്കുന്നു. വൃത്തിയടിക്കാനുള്ള ശ്രമം ആദ്യമായി ഫ്രണ്ടിയുടെ ബാറ്റിൽ നിന്നും ഒരു 4 റൺസ് കൂടി ഇറക്കുന്നു. 7 പന്തിൽ 22 കാര്യങ്ങൾ വഴിമാറുന്നു. ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 ഫൈനൽ പോരാട്ടം, കലാശ പോരാട്ടം കോരി ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. This time again, very good over Mr. Latif. സ്റ്റേഡിയം അരീനയിൽ ഗോളിക്കിയ ഉയർപ്പിന് വില കാണുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്രമേൽ മറ്റു താരങ്ങൾ ഇഷ്ടപ്പെടുന്നത്? അത്രമേൽ ഡെഡിക്കേഷൻ ഉള്ള പ്ലെയറാണ് ലത്തീഫ്. കഷ്ടപ്പാടിലൂടെ ഉയർന്നു വന്ന പ്ലെയർ ഇന്ന് മലപ്പുറം ടെന്നീസ് ക്രിക്കറ്റിലേക്ക് വരവറിയിച്ചിരിക്കുന്നു. സ്പീഡി വൺ ടൈജറസ് ബോളർ ലത്തീഫ് മാസ്മരികമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഈ ഇന്നിംഗ്സിൽ അവസാന ഓവറിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അറഫാത്ത് എത്തുന്നു. 6 പന്തിൽ 22. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ് കോപ്പറേറ്റേഴ്സ്. The first ball into the boundary far away. ആദ്യ പന്തിൽ അറഫാത്തിന്റെ സിക്സറിലൂടെ വരവേൽക്കുന്നു. 6 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഇന്നിംഗ്സ് അവസാനിപ്പിക്കാൻ 6 മിനിറ്റ്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് ബോളുകൾ എത്തിച്ചു കൊടുക്കുക. Yes, Arafat is coming to attack here. Again sixer. മാസ്മരികമായ പ്രകടനം കാഴ്ചവെക്കുന്നു ജലാൽ.
ബ്ലോക്ക് ഹോൾ ഡെലിവറി മനസ്സിലാക്കിക്കൊണ്ട് ഒരു സിക്സർ കണ്ടെത്തുന്ന സ്പാർക്ക് 11 താണിപ്പടിക്ക് വേണ്ടി അറഫാത്തിനെ പഞ്ഞിക്കിടുന്ന കാഴ്ച. 4 പന്തിൽ 10 റൺസിലേക്ക് വിജയം. 4 പന്തിൽ 10 റൺസ് എന്നും സംഭവിക്കാം. എല്ലാവരും ഷോക്സം അടക്കി പിടിച്ച് കാത്തിരിപ്പാണ് വിന്നറെ കണ്ടെത്താൻ. സിഗ്നൽ ബൈ റൺ. 4 പന്തിൽ 9. 4 പന്തിൽ 9. ടൈഗേഴ്സ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ വിന്നർ ആര് എന്ന ചോദ്യത്തിന് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് കാണികൾ കാത്തിരിപ്പാണ്. This time is waiting for umpire decision. It's a dead ball. വരിഞ്ഞു മുറുകൻ തുടങ്ങിയിരിക്കുന്നു അറഫാത്ത്. മൂന്ന് പന്തിൽ 9 റൺസിന്റെ വിജയലക്ഷ്യം. മൂന്ന് മിനിറ്റ് കൂടി അവശേഷിക്കുന്നു ഇന്നിംഗ്സിൽ. This time again, massive sixes into the straight upon the cover head. ഒരു 6 റൺ കൂടി അദ്ദേഹം തന്റെ പേരിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. പരിക്കിനെ കരുത്താക്കി മാറ്റിയ കളിക്കാരൻ ജലാൽ, നമ്പർ 12 ഫോർ സ്പാർക്ക് 11 താണിപ്പടി. ഫോറാവർട്ടൻ പുറത്തു. രണ്ട് പന്തിൽ 3 കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ബ്ലോക്ക് ഹോൾ ഡെലിവറികൾക്ക് പേര് കേട്ട ജിത്തു എത്തുന്നു. ഇത്തവണ എവർട്ടൺ പുറത്തോരിന് വേണ്ടി. ഉയർത്തിയടിക്കുന്നു, തട്ടിമാറ്റിയിരിക്കുന്നു. This time, and the signal is out. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയെന്ന വിജയലക്ഷ്യം ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 മധുരമുള്ള പ്രതികാരമായി ഫൈനൽ മത്സരം മാറുന്നു. ഇരു ടീമും നെഞ്ചിടിപ്പ് കൂട്ടിയ മത്സരം മാറുന്നു. ഒരു ബോളിൽ നിന്ന് 2 റൺസിന്റെ വിജയലക്ഷ്യം. അതെ ജിതോ, നിങ്ങളെ എവർട്ടൺ പുറത്തേറി ഏൽപ്പിച്ചിരിക്കുന്നത് സ്വർണത്തേക്കാൾ മൂല്യമുള്ള പന്താണ്. സ്ട്രൈക്കിംഗ് എൻഡിൽ ഫ്രെഡി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് സ്വർണത്തേക്കാൾ മൂല്യമുള്ള പന്താണ്. അതെ, ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 വിന്നർക്കുള്ള പന്താണ് വരുന്നത്. വിന്നർ ആരാണെന്ന് തീരുമാനിക്കുന്ന പന്ത് എന്നും സംഭവിക്കാം. ടൈം ഈസ് റണ്ണിംഗ് ഹിയർ. എത്രയും പെട്ടെന്ന് ഒരൊറ്റ ബോൾ നിങ്ങൾ അറിയണം. ടൈമർ ഈസ് റണ്ണിംഗ്. ഒരാൾ പോയിട്ട് ഒരു ബോൾ ഉയർത്തിയടിച്ചിരിക്കുന്നു. ഈ വിജയം ഞങ്ങൾക്ക് സ്വന്തമാണ്. വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. 4 റൺസ് നിങ്ങൾ
2 ദിവസമായി ഇവിടെ നടന്ന ടൈഗേഴ്സ് പ്രീമിയർ ലീഗ് സീസൺ 2 ഉജ്ജ്വലമായ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. സ്പാർക്ക് 11 നത്താണിപ്പടി ടൈറ്റിൽ വിന്നേഴ്സ് ആയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ടീം സ്പാർക്ക് 11 നത്താണിപ്പടി ആൻഡ് റോണേഴ്സ് ഓഫ് എവർട്ടൺ പുറത്തൂർ. നിങ്ങൾക്കും ഹൃദ്യമായ ഹൃദയത്തിൽ നിന്ന് 1000 ആശംസകൾ ഞങ്ങൾ അറിയിക്കട്ടെ. ഞങ്ങൾ ട്രോഫി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കുന്നു. ആദ്യമായി ഞങ്ങൾ കൊടുക്കുന്ന അവാർഡ് 2 ദിവസമായി നിങ്ങൾ അടിച്ച് അൽത്താഫ് അടക്കമുള്ള സജി അടക്കമുള്ള പ്ലേയേഴ്സ് മാരക സിക്സറുകൾ അടിച്ച് പുറത്തേക്ക് എത്തിച്ചപ്പോൾ ആ പന്തെല്ലാം കൃത്യമായി കളക്ട് ചെയ്തു. കഴിഞ്ഞ തവണ റണ്ണേഴ്സ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഞങ്ങൾ വിന്നേഴ്സ് ആയിട്ടുണ്ട്. സ്പാർക്ക് 11 താണിപ്പടി വരവറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ ടീം സ്പാർക്ക് 11.